അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മാസ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്, അതായത് വെട്ടി കേക്കിൻ്റെ റെസിപ്പി ആയിട്ട്. അപ്പോൾ നമുക്ക് വേഗം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലത്ത് 1 കപ്പ് റവയും കൂടി ഇട്ടിട്ട് ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലത്ത് 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഞാൻ ഇതിവിടെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലത്ത് 1/4 ടീസ്പൂണ് ഉപ്പ്, 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണ് വനില എസൻസ്, ഈ 4ഉം കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവാം. ഞാനിതിവിടെ ഒരു കിണ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വിസ്കോ അല്ലെങ്കിൽ ഫോക്കോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സ്നാക്കിന് ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള റവയും മൈദയും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഡോ ആക്കിയിട്ട് എടുക്കാം. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൈദയും റവയും കൂടിയിട്ടുള്ള മിക്സ് ഇതിൽ മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ടേബിൾ ടോപ്പിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് ടേബിൾ ടോപ്പിലിട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡോ ഇതിലിട്ടിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. ഞാനിതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ടാണ് ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മൂടിയുള്ളൊരു പാത്രത്തിലിട്ടിട്ടാകുമ്പോൾ ഒരു 3 മണിക്കൂർ വരെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഇവിടെ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ റവ കൂട്ടിയത് കൊണ്ട് തന്നെ കണ്ടില്ലേ, ഇതുപോലെ നല്ല ഹാർഡായിട്ടാണ് ഉണ്ടാവുക. ഇനി ഇത് ടേബിൾ ടോപ്പിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇനി അഥവാ ഈ ഡോ കുഴക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് പൊടിഞ്ഞു പോകുന്ന പോലെയാണ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇത് 2 ഭാഗമാക്കിയിട്ട് അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇതുപോലെ നന്നായി റോൾ ചെയ്തെടുക്കാം.
എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ വിരൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഈക്വൽ പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ചാനലിൽ കുറേ അധികം റെസിപ്പീസ് ഇട്ടണേ, അപ്പോൾ അതൊന്നും ഞാൻ ആക്കിയിട്ടിട്ടതല്ല. അതിൽ 1 or 2 അങ്ങനെ ഞാൻ ആക്കീന്. ബാക്കിയൊക്കെ ഉമ്മ ആക്കുമ്പോൾ ഞാൻ അവിടെ പോയി ഷൂട്ട് ചെയ്യും, എന്നിട്ട് എഡിറ്റ് ചെയ്ത് ഇടും, അത്രയേ ഉള്ളൂ. അതുപോലെ ഞാൻ ഇതാക്കുമ്പോൾ ഉമ്മ എന്നോട് ഈക്വലായിട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മയോട് ചോദിച്ചു എങ്ങനെയാണ് ഉമ്മ ഈക്വലായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഉമ്മ കാണിച്ചു തന്നെ ഇങ്ങനെ അങ്ങനെ ചെയ്തോ വേണമെങ്കിൽ എന്നിട്ടാണ് ഇതുപോലെ കാണിച്ചത്. അഥവാ നിങ്ങൾക്ക് ഈക്വലായി കട്ട് ചെയ്യാൻ പറ്റുന്നിട്ടാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലൂട്ട് നമുക്ക് 2 ലൈൻ വരച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ തെറ്റിടുന്നത് പോലെ നമുക്ക് 2 ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഞാനിതിവിടെ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ ഇതുപോലെ. ഇനി ഇതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ആ ഡൗൺ കൂടെ ഒന്ന് റോൾ ചെയ്തെടുത്ത് കട്ട് ചെയ്യാം. ഇത് ഞാൻ ആദ്യത്തെ കട്ട് ചെയ്ത പോലെയല്ല കട്ട് ചെയ്യുന്നത്, ഒന്ന് ക്രോസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇത് വെച്ചും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോ പീസും അതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് ലൈന് ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട ഒന്ന് ലൈന് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഞാനിതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കേക്കും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള ഓയിലേക്കായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യത്തെ ഒരു 3-4 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഇതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഇത് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം.
അപ്പോൾ നമ്മുടെ വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഏത് റെസിപ്പിയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക.